Serapati, freedom fighter. റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തത്. അതായത് AVR ആയിട്ടാണ് നമ്മൾ ചെയ്തത്. നല്ല പാട്ടോട് കൂടിയും അതുപോലെ തന്നെ ചാനലുകളും സബ് വൂഫറും ഇതെല്ലാം നല്ല പാട്ടോട് കൂടിയാണ് നമ്മൾ ഒരു ആംപ്ലിഫയർ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചാനലുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം നമ്മൾ ODXന്റെ ബോർഡാണ്. അതായത് ഒറിജിനൽ തോഷിബ 5200-1943 വരുന്ന ഒറിജിനൽ വരുന്ന ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് നമ്മൾ ചാനലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 200+200 ആണ്. അത് ഫ്ലോർ സ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് അത് വാട്ട് കൂട്ടി കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത് പാരലൽ ചെയ്താണ് വരാറ്. ഇത് രണ്ട് പെയർ ബ്രിഡ്ജ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഹീറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ വാട്ടേജും കൂടുതലാണ് ലഭിക്കുക. അതും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ODXന്റെ ബോർഡാണ്. ആ ബോർഡ് 200 വാട്ട് വരുന്നത് ഇൻബിൽറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു AC വോൾട്ട് മാത്രമേ അതിനകത്ത് കൊടുത്താൽ മതി. ഇൻബിൽറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. ഈ ആംപ്ലിഫയറിന് വേറൊരു പ്രത്യേകത നമ്മൾ ചെയ്തിരിക്കുന്നത്, ഈ കസ്റ്റമർക്ക് ഫ്രണ്ടിൽ സെൻട്രൽ ചാനൽ വേണം, അതുപോലെ തന്നെ പുറകിലും സെൻട്രൽ ചാനൽ വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ ചെയ്തത് ഒരു 5 ചാനൽ ബോർഡ് എടുത്തതിന് ശേഷം അതിനകത്ത് 4 ചാനൽ മാത്രമാണ് നമ്മൾ എടുത്തത്. ഒരു ചാനൽ ഒഴിവാക്കി. സബ് വൂഫറിന് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം എടുത്തത് ക്ലാസ് D ആംപ്ലിഫയർ ആണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള വാട്ടോട് കൂടി, അതായത് 300+300 ആണ് ക്ലാസ് D ആംപ്ലിഫയറിൽ ലഭിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മോസ്ഫെറ്റ് ആണ്. IRF 260 രണ്ടെണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പവറാണ്, നല്ല സോഫ്റ്റ് പഞ്ചാണ്. മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് പഞ്ചും അതുപോലെ തന്നെ കേൾക്കാനും നല്ല സുഖമുണ്ട്. റിമോട്ട് കിറ്റ് എടുത്തിരിക്കുന്നത് G-Starൻ്റെ ആണ്. ഇത് G-Star എന്നും പറഞ്ഞ് വരാറുണ്ട്, G-Tech എന്നും പറഞ്ഞ് വരാറുണ്ട്. നമ്മൾ G-Star എന്ന് പറഞ്ഞ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 3 HDMI ഇൻപുട്ട്, അതുപോലെ തന്നെ HDMI ഔട്ട്പുട്ട്, ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ, അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ട് അനലോഗ് ആയിട്ടുണ്ട്. കളർ ഡിസ്പ്ലേയോട് കൂടി തന്നെയാണ് വരുന്നത്. DSP കിറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ബേസും ട്രബിളും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇതിനകത്തൊരു ബേസ് ട്രബിൾ, അതായത് BT ബോർഡ് വരണം സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രബിൾ കയറി നിൽക്കും, അതുപോലെ തന്നെ ബേസും കയറി കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സലിൻ്റെ ഒരു BT ബോർഡ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബൂഫറിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതായത് JRC 4558 ആണ് വെച്ചിരിക്കുന്നത്. മഹാരാജയുടെ ബോർഡാണ്. നല്ല ഹെവി പഞ്ചാണ്. അതുകൊണ്ട് 2 JBL അല്ലെങ്കിൽ സോണിയൊക്കെ കൊടുത്താലും നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ബേസും കിട്ടും. അതിനുവേണ്ടിയാണ് സബ് വൂഫറിൻ്റെ പ്രീ ബോർഡ് സെപ്പറേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. സപ്ലൈ നമ്മുടെ തന്നെ ബോർഡാണ്. അതായത് നമ്മൾ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന പല രീതിയിലുള്ള വോൾട്ടേജ് എടുക്കാവുന്ന രീതിയിലാണ് പവർ സപ്ലൈ ബോർഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ചാനലിന് വേണ്ടി സെപ്പറേറ്റ് വോൾട്ടേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സബ് വൂഫറിന് എടുത്തിട്ടുണ്ട്, ഫാനിന് വേണ്ടി HDMI കാർഡിന് വേണ്ടി BT ബോർഡ്, അങ്ങനെ സെപ്പറേറ്റ് എല്ലാനും നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു പവർ സപ്ലൈ ബോർഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഓഡിയോയ്ക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. അതുകൊണ്ട് അതുപോലെയുള്ള സോങ്സ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിലിം ഇട്ടാലും നമുക്കൊരു 10 സെക്കൻഡാണ് ഇടാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിങ്ങളും ക്ഷമിക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ സ്ഥിരം ആംപ്ലിഫയറിന് നോക്കിയാൽ അറിയാം, നമ്മൾ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണ്
പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ തന്നെ ബോർഡാണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാം റിഫ്ലക്സ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് 2-3 രീതിയിൽ നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. സബ് വൂഫറിന് വേണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ചാനലിന് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയറിന് എടുത്തിട്ടുണ്ട്, സബ് പ്രീക്ക് വേണ്ടി, അതുപോലെ തന്നെ HDMI കാർഡിന് വേണ്ടി, അങ്ങനെ സെപ്പറേറ്റ് തിരിച്ചാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് AC വോൾട്ട് എടുത്തിരിക്കുന്നത് 40-0-40, അതുപോലെ തന്നെ ചാനലുകൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 25-0-25 നമ്മൾ. ബാക്കിയെല്ലാം 12 വോൾട്ടാണ് എടുത്തിരിക്കുന്നത്. ഫാനിനും ഇതൊക്കെ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു പവർ കേബിൾ കുത്താനുള്ളൊരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 63 വോൾട്ട് നമ്മൾ കപ്പാസിറ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 4 കപ്പാസിറ്റർ സബ് വൂഫറിനും 4 കപ്പാസിറ്റർ ചാനലുകൾക്ക് വേണ്ടി. പിന്നെ ടോട്ടലി നമ്മളൊരു 3 ഫാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ചാനലിന് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് സാധാരണ പാരലൽ ആണ് വരാറ്. ഇത് വന്നിരിക്കുന്നത് ബ്രിഡ്ജ് ബോർഡാണ് ഈ വന്നിരിക്കുന്നത് 2 എണ്ണം. അതുകൊണ്ട് നമുക്ക് 200+200 അങ്ങനെ 2 ചാനൽ കൂടിയിട്ട് 400 വാട്ടോളം കിട്ടും. ഇത് ODXൻ്റെ ബോർഡാണ്. ഇത് മുൻപ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 5 ചാനലിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ODXൻ്റെ തന്നെയാണ്. ഇതിനകത്ത് ഒറിജിനൽ തോഷിബ 5200-1943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല നീറ്റായിട്ടുള്ള ബോർഡാണ്. ഈ ബോർഡിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഈ ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലുകൾക്ക് വേണ്ടി, അതായത് 200+200 ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതായത് ഫ്ലോർ സ്റ്റാൻഡിലേക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വാട്ട് കൂടുതൽ വേണമെന്ന് പറഞ്ഞ കാരണമാണ് 200 വാട്ട് ഇട്ട് ചെയ്തത്. ചാനലുകളെല്ലാം 100 വാട്ട് വീതമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് 5 ചാനലുണ്ട്. നമ്മൾ ഇതിനകത്ത് 4 ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സറൗണ്ട് ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ 2 സെൻറ്ററും, അങ്ങനെ 5 ചാനലിൽ 4 ചാനലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 300+300 ഇതിനകത്ത് 55-0-55 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ചാനൽ, അതായത് ഒരു സബ് വൂഫറിന് വേണ്ടിയിട്ട് 300 വാട്ട് നമുക്ക് ലഭിക്കും. നല്ല മോസ്ഫെറ്റിലൊക്കെ കേൾക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ചാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് നമുക്കൊരു JBLൻ്റെ 1500 വാട്ട് 1300 വാട്ടൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യും. അങ്ങനത്തെ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 5.2 ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ പവർ ട്രിക്കിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചാനലുകൾക്ക് വേണ്ടി ചെറുതും, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 2 സബിന് വേണ്ടിയിട്ട് വലിയ റില. ഈ ആംപ്ലിഫയറിൽ, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൽ ഇൻബിൽറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതിരുന്നത്. ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ എടുത്തതിന് ഒരെണ്ണം ഒഴിവാക്കിയിട്ട് 4 ചെറിയ റിലയും 2 വലിയ റില സബ് വൂഫറിന് വേണ്ടി എടുത്തു. അതുകൂടാതെ JRC 4558 എന്ന് പറയുന്ന ഒരു സബ് വൂഫറിൻ്റെ പ്രീ ബോർഡും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ താഴെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് സബിൻ്റെ പ്രീ ബോർഡ്. പിന്നെ വന്നിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ഒരു 2.1 BT ബോർഡാണ്. ബേസും ട്രിബിളിന് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ബേസും ട്രിബിളായിട്ടുള്ള ഒരു ബോർഡാണ്. മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന HDMI ARCയുടെ ഈ ബോർഡാണ്. ഇത് വരുന്നത് G-Starലും വരുന്നുണ്ട്, G-Techലും വരുന്നുണ്ട്. അങ്ങനെ 2-3 രീതിയിൽ വന്നിരിക്കുന്നത്. നമ്മളിത് G-Star എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 HDMI ഇൻപുട്ടും ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇതൊക്കെ വന്നിരിക്കുന്ന ബോർഡാണ്. അതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്, സ്ട്രിപ്പ് വയർ. ഇതിലേക്കുള്ള ഡിസ്പ്ലേയിലേക്കുള്ള സ്ട്രിപ്പ് വയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കറക്റ്റ് ടാഗ് ചെയ്തിട്ട് വേണം ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ വന്നിരിക്കുന്നതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഫുള്ള് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പറ്റാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള വയറിങ്ങും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറിനെല്ലാം 0.5 mm ഫിനോലക്സ് വയർ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്പീക്കർ വയർ നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് RRൻ്റെ വയറാണ്. 0.5 mm ഗേജോട് കൂടിയിട്ടുള്ളതാണ്. നല്ല ഗേജുള്ള വയറും, അതുപോലെ തന്നെ ഫുള്ള് ഷീൽഡ് വയർ ഉപയോഗിക്കേണ്ടടുത്ത് ഷീൽഡ് വയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, 2 സബിനുള്ളതും ചാനലിനുള്ളതും അതുപോലെ തന്നെ HDMI കാർഡിനുള്ളത് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. ഫാനിന് വേണ്ടി സെപ്പറേറ്റ് എടുത്തിരിക്കുന്നു. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി, BT ബോർഡിന് വേണ്ടി, അങ്ങനെ എല്ലാ രീതിയിലും സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നോയ്സോ കാര്യങ്ങൾ തീരെ കുറവെന്നല്ല, നോയ്സേ ഇല്ല. അത്ര രീതിയിലാണ് ഇത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വയറിങ്ങും കാര്യങ്ങളെല്ലാം ഈ ബോർഡിൻ്റെ താഴെ കൂടിയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് വേറെ വയറിങ് കാര്യങ്ങളോ കാണാൻ സാധിക്കില്ല. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. നമ്മൾ ഫുൾ അക്രിലിക് പാനൽ മാറ്റ് ഫിനിഷിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം HDMI ആണ്. ഇത് HDMI ഔട്ടും അതുപോലെ തന്നെ HDMI ARC ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ വന്നിരിക്കുന്നത് HDMI 1, 2, 3 അങ്ങനെ 3 HDMI ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടാണ് ARC കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് കൊയാക്സിൽ ആണ് ഇൻപുട്ട്. പിന്നെ ഒപ്റ്റിക്കൽ വന്നിട്ടുണ്ട്. ഇത് ഓക്സിലറി, അതായത് അനലോഗ് ഇൻപുട്ട് ഓക്സിലറി ആണ് വന്നിരിക്കുന്നത്. ഇത് ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിനാണ്. കുറച്ച് റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിന ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓക്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് 3.5 mm സോക്കറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് അത് വേണ്ട, RCA വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം കണക്ഷൻ തന്നെ ഓക്സിലറി ഇൻപുട്ടായിട്ട് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തു. പിന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം ഔട്ടാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സബ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇതെല്ലാം ഔട്ട്. ഇതേപോലെ ഒരു ഔട്ട്പുട്ടും കൂടിയും സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ നമ്മളൊരു സെപ്പറേറ്റ് ഔട്ട്, അതായത് നമ്മൾ മാസ്റ്റർ വോളിയത്തിൽ കൺട്രോൾ ചെയ്താൽ ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലാണ് ഇതിനകത്ത് ഔട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു ആംപ്ലിഫയറിലേക്ക് അവർക്ക് വേറൊരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അനലോഗായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ
ബനാന സോക്കറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ടുകളെല്ലാം സ്പീക്കർ ഔട്ടുകൾ. ഇത് പ്ലസും മൈനസാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് മൈനസ്. ഇത് സെൻറ്റർ പ്ലസ് മൈനസ്. അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ പ്ലസ് മൈനസ്. സബ് ഊഫർ പ്ലസ് മൈനസും 2 സബ് കൊടുത്തിരിക്കുന്നു. ഇത് വന്നിരിക്കുന്ന അവർക്ക് സെൻറ്റർ ചാനലാണ്. അതായത് ഈ സെൻറ്ററിൻ്റെ സെയിം തന്നെയാണ് എഫക്റ്റ് വന്നിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ആംപ്ലിഫയറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് 100 വാട്ട്. അവർക്ക് എന്താ വെച്ചാൽ സ്ക്രീനിൻ്റെ താഴെ ഒരു സെൻറ്റർ സ്പീക്കർ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുറകിലും ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 2 സെൻറ്റർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സോക്കറ്റ് കുത്താനുള്ളൊരു പവർ സോക്കറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇതിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഈ ഭാഗം വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷും ഉൾഭാഗം വന്നിരിക്കുന്നത് ഗ്ലോസി ആയിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ചെറിയൊരു ക്യാമറ കൂടെ വരുന്നതാണ് ഈ ബ്ലൂ ഷെയ്ഡ് ഇവിടെ വരുന്നത് താഴത്തും മുകളിലൊക്കെ ആയിട്ട്. ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ഷെയ്ഡ് കാഴ്ചയിൽ വരില്ല. കാരണം ക്യാമറയിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നത്. നേരിട്ട് കാണുമ്പോൾ അത് വരില്ല. നേരിട്ട് വരുമ്പോൾ ഈ ഒരു ഔട്ടർ ലൈനും അതുപോലെ തന്നെ ഈ റിംഗ് ലൈറ്റും മാത്രമാണ് കാണുന്നത്. ഈ ഭാഗം നമുക്ക് നേരിട്ട് കാണുമ്പോൾ വരില്ല. ക്യാമറയിലാണ് കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ വോളിയാണ്. അതായത് 6 ചാനലിൻ്റെ വോളിയം കറക്റ്റായിട്ട് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ടുള്ള കൺട്രോളാണ്. അതുപോലെ തന്നെ ഇത് എൻകോഡറാണ്. നമുക്ക് പ്രസ് ചെയ്ത ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സ്ഥിരം വയ്ക്കുന്ന എൽകോമിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ട്രബിള് ബേസ് ഇത് കൊടുത്ത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DSP കിറ്റിന് ബേസും ട്രബിളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കസ്റ്റമർക്ക് ഇതിനകത്ത് ബേസും ട്രബിളും വേണമെന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ അകത്താണ് ഇത് കൺട്രോൾ ചെയ്ത് വെക്കാറ്. ഇത് പുറത്തേക്ക് അവരുടെ ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സുകളുണ്ട്. പുറത്തേക്ക് കൺട്രോൾ വേണമെന്ന് പറഞ്ഞാലാണ് ഈ ബേസും ട്രബിളും നമ്മൾ കൊടുത്തത്. പിന്നെ വന്നിരിക്കുന്ന ഒരു സബ് ഊഫറിൻ്റെ ഒളിയാണ് ഈ കാണുന്നത്. സബ് ഊഫറിൻ്റെ 2 സബ് ഊഫറിൻ്റെ ഒളിയും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ USB കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലോഗോ റിഫ്ലക്സ് ഇത്രയൊക്കെയാണ് മുൻവശം വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് റിമോട്ടാണ്. റിമോട്ടിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് വന്നിരിക്കുന്നത് HDMI 1, HDMI 2, 3 അതുപോലെ തന്നെ ARC, കോയാക്സിൽ, ഒപ്റ്റിക്കൽ. പിന്നെ ഒരു PC USB വന്നിട്ടുണ്ട്. അത് കറക്റ്റ് സപ്പോർട്ടല്ല. പിന്നെ ഒരു ഓക്സ് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് ടെസ്റ്റ് 5.1 USB. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ളതാണ്. പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നമ്പർ അടിച്ചെടുക്കാനുള്ളത്, ഇതെല്ലാം ഡിസ്പ്ലേ സെറ്റിങ്സ് ചെയ്യാനുള്ളതൊക്കെയാണ്. ഇതിലും കൂടുതൽ നമുക്ക് ഇതിനകത്ത് മൈക്കും ഇതിനകത്തില്ല. അതുപോലെ തന്നെ ഡിലേ എക്കോ ഇല്ല. ടോൺ എന്ന് പറഞ്ഞതാണ് ഇതിനകത്ത് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു BT ബോർഡ് ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇതിനകത്ത് മെയിനായിട്ട് 5.1, 2.1 എന്ന് കാണാം. അതായത് ഇപ്പോൾ നമ്മൾ 2.1 എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും സബ് ഊഫറാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് 3.1 എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും സെൻറ്ററും സബ്ബാണ് വർക്ക് ചെയ്യുന്നത്. 4.1 എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും സറൗണ്ട് ലെഫ്റ്റ് റൈറ്റും സബ്ബാണ്. അപ്പോൾ ഈ 4.1 ഇടുമ്പോഴാണ് നമുക്ക് പുറകിൽ 2 സ്പീക്കർ സറൗണ്ട് മോഡിലേക്ക് പോകുന്നത്. അതായത് പ്രൊലോജിക്കിലേക്ക് പോകുന്നത്. ഇതിനകത്ത് 5.1 ഇടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 5.1 വരും. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 5.1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ചാനൽ സ്റ്റീരിയോ ആണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പുറകിലെ 2 സറൗണ്ട് എന്നുള്ളത് സ്റ്റീരിയോ മോഡിലാണ് വർക്ക് ചെയ്ത്. 5.1 സ്റ്റീരിയോ. ഒറിജിനൽ DTS അല്ലെങ്കിൽ ഡോൾബി ഡിജിറ്റൽ ഫയൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി DTS അല്ലെങ്കിൽ ഡോൾബി ഡിജിറ്റലായിട്ട് വർക്ക് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ പെൻഡ്രൈവോ വേറെ എന്തെങ്കിലും യൂട്യൂബിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 5 ചാനൽ സ്റ്റീരിയോ ആണ്. ഇനി നമുക്ക് പ്രൊലോജിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4.1 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സബ് ഊഫറും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ മോഡിലും പുറകിൽ 2 സറൗണ്ടായിട്ടും വർക്ക് ചെയ്യും. ഇതാണ് ഈ റിമോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ TVയുടെ ARC ഓണാക്കി അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ ARC ഓണാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് 200+200 ആയതുകൊണ്ട് നമ്മൾ കടയിൽ ഉപയോഗിക്കുന്ന സ്പീക്കറല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ ബോക്സ് അല്ല. അതിന് പകരമായിട്ട് 2 ഫ്ലോർ സ്റ്റാൻഡിങ് 6 ഇഞ്ചിലുള്ള ഈ 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങും 12 ഇഞ്ച് സബ് ഊഫറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കർ നമ്മൾ കടയിൽ ഉപയോഗിക്കുന്ന തന്നെ സെൻറ്റർ സ്പീക്കർ തന്നെയാണ്. ഇത് നമുക്കത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ഒരു 10 സെക്കൻഡ് പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. చెండాడు ఒక హంటింగ్ డాగ్ ఆడ
ഇതിൻ്റെ ഇൻറ്റീരിയറും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. ഇതിൻ്റെ റിമോട്ടിൽ വരുന്ന ഫംഗ്ഷനും ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ ഈ കസ്റ്റമർ കൊണ്ടുപോയാലും ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫംഗ്ഷനാണ് വരുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷനിലെല്ലാം പറയുന്നത്. കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോൾ വിളിക്കുക, IMO കോൾ, അതുപോലെ തന്നെ വാട്സപ്പ് കോൾ, നോർമൽ കോൾ വിളിക്കുക, ചാറ്റിംഗ് ഒഴിവാക്കുക. ജസ്റ്റ് ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചിട്ട് അതിന് വില ചോദിക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ചാറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ചാറ്റിംഗ് ഒഴിവാക്കാൻ പറയുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ബലവിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും, എത്ര വാട്ട്, എന്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.